പ്രശാന്ത് സാറേ, കേരളം മുഴുവൻ ഇപ്പോൾ ഇന്ന് വി സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനെതിരാണ്. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനെതിരായി വലിയ പടയൊരുക്കം എത്രയോ കാലമായിട്ടുണ്ട് നമുക്കറിയാം. അത് AICC ഇടപെട്ട് ഏതൊക്കെയോ ഫോർമുല പ്രകാരം അത് ഏതാണ്ട് അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം UDFന് അധികാര സാധ്യതയും പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സാധ്യതകൾ സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ SNDP യോഗവും NSSും തമ്മിൽ ഐക്യമുണ്ടാകുന്നു. ആ ഐക്യം എന്തിനാണ് എന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരും ചേർന്ന് സതീശനെ ഒരു പൊതു ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടു കൂട്ടരും ആക്രമിക്കുന്നത്. സതീശനെ കടുത്ത ഭാഷയിലാണ്, വ്യക്തിപരമായാണ് വെള്ളാപ്പള്ളി നടേശനെ എതിർത്തത്. സുകുമാരൻ നായരാണെങ്കിൽ അതിരൂക്ഷമായ ഭാഷയിലാണ്. സുകുമാരൻ നായർ പറയുന്നത് എനിക്കറിയാം, അവൻ ആവശ്യമുള്ളപ്പോൾ ഇവിടെ വന്ന് തിണ്ണനിരങ്ങുന്ന ഒരുത്തനാണ്, എന്നിട്ട് പോയിട്ട് ഞങ്ങളെ തള്ളിപ്പറയും. അങ്ങനെ മാരാമൺ കൺവെൻഷന് പോയിട്ട് സഭയുടെ കാൽക്കൽ വീഴും. ഞാൻ എൻ്റെ പ്രതിനിധികളെ അയച്ചിട്ട് പറവൂർ മണ്ഡലത്തിലെ ഓരോ നായർ വീടുകളിലും കയറി ആളുകളെ ക്യാമ്പയിൻ ചെയ്തിട്ടാണ് അവനെ ജയിപ്പിച്ചത്. ഇപ്പോൾ അവന് നന്ദി കെട്ടവനാണെന്നൊക്കെ പറയുന്നു ഒരു ഭാഗത്ത്. അപ്പോൾ മാത്രമല്ല, ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട അപകടം, സതീശൻ മുഖ്യമന്ത്രി ആയേക്കുമോ എന്ന് ചില കോണുകളിൽ നിന്നെങ്കിലും സംസാരം ഉയർന്ന സമയത്ത് ഒരു കാരണവശാലും സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള യാതൊരു യോഗ്യതയും കോൺഗ്രസിലില്ല. കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് കൂടി മാർക്കിടാൻ ഈ രണ്ട് നേതാക്കന്മാരും മത്സരിക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയോളം കേമനായ ആരുണ്ട് എന്ന് സുകുമാരൻ നായർ ചോദിക്കുന്നു. വെള്ളാപ്പള്ളി പറയുന്നത് KC വേണുഗോപാൽ തൊട്ട് രമേശ് ചെന്നിത്തല എല്ലാവരും യോഗ്യന്മാരാണ്. യോഗ്യത ഇല്ലാത്ത ഒരുത്തിന് യോഗ്യത നടിക്കുന്ന ഒരാളാണ് സതീശൻ. എല്ലാവരും ചേർന്ന് സതീശനെ നിലംപരിശാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സതീശൻ കഷ്ടപ്പെട്ടാണെങ്കിലും മറുപടി പറയുന്നുണ്ട്. സതീശൻ പറയുന്നത് മറുപടി അതിൻ്റെ വഴിക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. സതീശൻ പറയുന്നത് ഞാൻ എല്ലാ വർഗീയതയ്ക്കും എതിരാണ്, ഒരു സമുദായ നേതാവിനും എതിരല്ല. എല്ലാ സമുദായ നേതാക്കളെയും ഇലക്ഷൻ വരുമ്പോൾ മറ്റു നേതാക്കളുടെ കൂടെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്, ഇനിയും കാണും, അതിലെന്താണ് തെറ്റ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും സമീപകാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമുദായ നേതാക്കൾ ഒരുമിച്ച് വി സതീശൻ എന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഒറ്റ തിരിഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് അങ്ങ് ഈ സംഭവ വികാസങ്ങളെ കാണുന്നത്? സതീശൻ പറയുന്നത് ഞാൻ എല്ലാ വർഗീയതയ്ക്കും എതിരാണ്, അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, അത് പക്ഷേ എനിക്ക് പ്രശ്നമല്ല, അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായിക്കോളും എന്നുള്ള രീതിയിലാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പം എല്ലാ വർഗീയതയ്ക്കും എതിരാണ്, അത് നല്ല കാര്യമായിരിക്കും, അങ്ങനെയാവണമല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവെന്നുള്ള രീതി. പക്ഷേ അദ്ദേഹത്തിന് എല്ലാ വർഗീയതയ്ക്കും എതിരാണെങ്കിൽ അദ്ദേഹം നിരന്തരം ആക്രമിക്കുന്നത് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനെയും NSSനെയൊക്കെ മാത്രമാവുന്നതിനകത്ത് ആൾക്കാർക്ക് സംശയമുണ്ടാകാം. കാരണം കഴിഞ്ഞ ദിവസം കൂടി നമ്മുടെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഒരുപക്ഷെ UDFന്റെ കരുത്ത്. അത് തന്നെയാണ് അവർക്ക് അവരുടെ പ്രദേശത്ത് അവർക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിന്നുള്ള സ്വാധീനം എന്നാ ഞാൻ പറയത്തുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും പറയത്തില്ല. പക്ഷെ അവരെപ്പോഴും പറയുന്നുണ്ട്. ഇന്നലെ ഷാജി എന്ന് പറയുന്ന ഇതിനകത്ത് രണ്ട് വിഭാഗം ഉണ്ടല്ലോ മുസ്ലിം ലീഗിനകത്ത്. ഷാജി ഒരു തീവ്ര സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അതിനകത്ത് നമ്മൾ പറയത്തില്ലേ മിതവാദി തീവ്രമാണ്. അത് ഇന്നലെ ഷാജിയുടെ പല പ്രസംഗങ്ങളും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുസ്ലിം ലീഗാന്ന് പറയുന്ന പാർട്ടിയാണ്, ഞങ്ങൾ പിന്നെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടത്? മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഷാജിയെ കുറ്റം പറയുന്നില്ല. അപ്പം മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഉള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിനെ എടുത്തു കാണിക്കാൻ അതിനകത്തെ നേതാക്കന്മാർക്ക് വളരെ കൃത്യമായിട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് അത് തിരുത്താൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ പറയുന്ന വർഗീയ സംഘടന അത് ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ പറ്റി നമ്മളിപ്പോൾ ഗവേഷണം നടത്തേണ്ടി വരും. രണ്ടുപേരും പറയുന്നത് രണ്ടുപേരുടെയും കസ്റ്റോഡിയനാണ്, ഞങ്ങളുടെയല്ല നിങ്ങളുടെയല്ല. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല നമ്മുടെ ആലിൽ വന്നപ്പോൾ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയായിട്ട് അദ്ദേഹത്തിന് ബന്ധം വരും. എനിക്കൊന്ന് അഹമ്മദ് ഭാഷ ഒന്ന് ഇന്റർവ്യൂ എടുത്തു അല്ലേ, അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ ആരുണ്ട് എങ്ങനെയുണ്ടെന്നുള്ളതിനെ പറ്റി. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ജനാധിപത്യത്തിനെതിരാകുമ്പോൾ, അല്ലെങ്കിൽ ഹിന്ദുവിനെതിരാകുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ മറ്റു പലയിടത്തും എതിരാകുമ്പോൾ ഇവിടെ അതിൻ്റെ ഭാഗമാണെന്ന് പരസ്യമായിട്ട് അല്ലെങ്കിൽ ഉറച്ചു പറയാൻ, ഇതുപോലെ വിമർശിക്കാൻ ഈ പറയുന്നത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. പ്രത്യേകിച്ച് വി സതീശന് കഴിയുന്നില്ല. ഈ ഒരു ആക്ഷേപം വന്നത് ഞാൻ ചോദിച്ചോടെ, വെള്ളാപ്പള്ളി നടേശൻ്റെ ജോലി എന്തോ സമുദായത്തിന് വേണ്ടി പറയാം. ഇപ്പം ഷാജി പറഞ്ഞതുപോലെ ഞങ്ങളുടെ പാർട്ടി മുസ്ലിം ലീഗിൽ നിന്ന് പറഞ്ഞ പാർട്ടിയാണ്, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പാർട്ടിയുടെ പ്രസക്തി എന്തോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ആർക്ക് വേണ്ടി സംസാരിക്കുന്നത്? SNDPക്ക് വേണ്ടി സംസാരിക്കുന്നത്. അയാളുടെ ജോലി ഏതാ?
സുകുമാരൻ നായരുടെ ജോലി അതാ, അയാൾ സംസാരിക്കുന്നില്ലാത്തതിന് അയാളുടെ കുഴപ്പമാണ്. NSS വേണ്ടി സംസാരിക്കണം, അതാ സമുദായ നേതാവിൻ്റെ ജോലി. വെള്ളാപ്പള്ളി നടേശൻ സുകുമാരൻ നായരും അത് അവരുടെ ജോലിയായിട്ടിരിക്കുമ്പോൾ അതിന് വേണ്ടി സംസാരിക്കുമ്പോൾ ആ സംസാരത്തെ ഈ പറയുന്നത് പോലെ മതേതരത്വം ഇല്ലാതാക്കുന്ന സംസാരമാണെന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ പരസ്യമായിട്ട് മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കുമ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്ന ജനാധിപത്യമില്ലായ്മയ്ക്കും അവൻ്റെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് പോകാൻ തയ്യാറാകുന്ന പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ഈ ആക്ഷേപം കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഈ ഒരു വിഷയം കൊണ്ട് മാത്രം, അതായത് ഈ പറയുന്നത് പോലെ അടുത്ത UDF മിനിസ്ട്രി വന്നാൽ അത് ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രിക്കും, അല്ലെങ്കിൽ അതോട് ന്യൂനപക്ഷം നിയന്ത്രിക്കും എന്നുള്ളൊരു ആക്ഷേപമാണല്ലോ പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. അതിന് ആക്കം കൂട്ടുന്ന രീതിയിലല്ലേ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചതെന്ന് പറയുന്നത് ഞാൻ പാകം എന്ന് പറയാം, ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചെടുത്തു ഭൂരിപക്ഷ ഏകീകരണമാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ന്യൂനപക്ഷ ഏകീകരണമല്ലേ മലപ്പുറത്ത് സംഭവിച്ചത്, അവിടെ പ്രതിപക്ഷം ഇല്ലാതായത്. ഒരുപക്ഷെ കോട്ടയത്ത് സംഭവിച്ചത് ക്രിസ്ത്യാനികളുടെ ഏകീകരണമല്ലേ. അപ്പം അതെന്താ പുള്ളിയുടെ ഇതിനകത്ത് വരാത്ത ആ സംസാരമാണ് ഇവിടെ വന്നത്. അത് തന്നെയാണ് ഇപ്പം ഏറ്റവും അവസാനം ഇതുവരെ ഇല്ലാത്ത NSS. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെള്ളാപ്പള്ളി നടേശൻ ഒരുപക്ഷെ സുകുമാരൻ നായരും കൂടെ വിചാരിച്ചാൽ എത്ര പണി ചെയ്താലും പണിക്കുള്ള കൂലി കിട്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സതീശന് പണി കിട്ടും. കോൺഗ്രസിൻ്റെ കാര്യം അതാ. കാരണം NSS ഒരു കാര്യം പറയുന്നതും SNDP ഒരു കാര്യം പറയുന്നത്, NSS ഒരു കാര്യം പറയുന്നത്. NSS എന്നുള്ള സതീശനെ നിശ്ചയമായിട്ട് തീർത്ത് വിമർശിച്ചിരിക്കുകയാണ്. NSS അതിന് പ്രത്യേകിച്ച് താക്കോൽ സ്ഥാനം എന്നൊക്കെ പണ്ട് നമ്മൾ പറയുന്ന പോലെ ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞത്. കാരണം സതീശനെ ഇതിനകത്ത് കൊള്ളത്തില്ല. അതുപോലെ ഇന്നലെ വെള്ളാപ്പള്ളി വെച്ചിട്ട് ഞാൻ കോൺഗ്രസിന് എതിരൊന്നുമല്ല, എന്നെപ്പറ്റി ഞാനെതിരാണെന്ന് KC വേണുപോലെ പറയട്ടെ, ഞാനെതിരാണോ എന്ന് രമേശ് ചെന്നിത്തല പറയട്ടെ, ഞാനെതിരാണോ എന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കന്മാർ പറയട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ബാക്കിയുള്ളവർക്കെല്ലാം അനുകൂലമാണ് കോൺഗ്രസിനകത്ത്. ഈ പറയുന്ന സതീശനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റില്ലെന്നുള്ളത്. അതായത് വെള്ളാപ്പള്ളിയുടെ നീക്കം ഒരുപക്ഷെ NSSൻ്റെ നീക്കം ഈ പറയുന്ന പോലെ സതീശനെ തീർക്കുന്നതിന് വേണ്ടി ഒരു നീക്കമാണ്. അതൊരു പരിധി വരെ ഇതുവരെയുള്ള UDFൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ തീരുമാനിക്കുന്നത് CPMൻ്റെ കൂട്ടൊന്നും അല്ല. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് CPM ഒരുപക്ഷെ പാർട്ടിക്കകത്ത് നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കും, ആരെ തീർത്താലും. പക്ഷെ ഇതിനകത്ത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നൊരു അവസ്ഥയില്ല. നമ്മളതിൻ്റെ ഒരു രീതി കാര്യങ്ങളൊക്കെ സമുദായ നേതാക്കന്മാർ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് NSSൻ്റെ ആനുകൂല്യം ഇപ്പം ആ ആനുകൂല്യം കുറച്ചെങ്കിലും BJPക്കകത്ത് പോയെന്നൊക്കെ വിചാരിക്കേണ്ടി വരുമ്പോൾ മുന്തിയ നയന്മാരുടെ ആനുകൂല്യം എപ്പോഴും UDFനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ന്യൂനപക്ഷത്തിൻ്റെ പള്ളി തിരുമേനിമാർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടക്കുന്ന പാർട്ടിയാണ് UDF. അത് എത്ര വന്നാലും, അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറിക്ക് കൃത്യമായ സ്വാധീനം ഉണ്ടായിരുന്നു, അത് മാറിയതാ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ് മാറി. വെള്ളാപ്പള്ളി പറയുന്ന കാര്യം കേൾക്കും, അതിനകത്ത് മറിച്ചൊരു കാര്യം മറുപടി പോലും പറയത്തില്ല. ആ സ്ഥാനത്താണ് ഇപ്പം 2 പ്രമുഖ പാർട്ടികൾ ഒരുപക്ഷെ ഒന്നിച്ച് നിന്നുകൊണ്ട് VD സതീശനെ തീർക്കാൻ പോകുന്നു. അതിനകത്ത് VD സതീശൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം, അദ്ദേഹം നാളെ കാലത്ത് ഉദ്ദേശിക്കുന്ന പദവിയിലേക്ക് എത്താൻ വേണ്ടിയുള്ള റൂട്ടാണ്. അത് കടുത്തു പോയോ എന്ന് പരിശോധിക്കേണ്ട ഒരു സമയമാണെന്ന് എനിക്ക് അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തെ കുറെ കൂടി കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആധുനിക പുതിയ കാല നേതാക്കളിൽ VD സതീശൻ തന്നെയാണ്. എന്താ കാരണം എന്നറിയൂ സാറിന് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത്, കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിന് ഒരിത്തിരി ഇടതുബോധം കൂടുതലാണ് എല്ലാ പാർട്ടിയിലും. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ സാമുദായികവാദത്തിന് എതിരായി ചിന്തിക്കുന്ന, ഈ മതപൗരോഹിത്യത്തിനെതിരായി ചിന്തിക്കുന്ന, ഈ സാമുദായികവാദ കുറെ കൂടി മതേതരമായൊരു ആകാശം, മനുഷ്യസ്നേഹം, മനുഷ്യൻ്റെ ഒരുമ ഒക്കെ സ്വപ്നം കാണുന്ന, ദുർബലൻ്റെ ഒരു പക്ഷം, മുതലാളിമാരുടെ താല്പര്യത്തെക്കാളേറെ ദുർബലൻ്റെ പക്ഷം കാണുന്ന ഒരു ഇടതുപക്ഷ മനസ്സ് വ്യാപകമായി കേരളത്തിലുണ്ട്. അത് ഇടതുപക്ഷ പാർട്ടികളിലല്ല, അതിലാണ് കുറവ്. പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ മനസ്സ് കുറവുള്ളത് ഇപ്പോൾ ഇടതുപക്ഷത്താണ്. അതേസമയത്ത് അതുള്ള BJPക്കാർ ധാരാളമുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർ. ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ വ്യാപകമായിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള എല്ലാ പാർട്ടിയിലും പെട്ട, കോൺഗ്രസിൽപ്പെട്ട എത്രയോ ഹിന്ദു സമുദായത്തിലെ സജീവ പ്രവർത്തകന്മാരും നേതാക്കളും ഇടതുപക്ഷ മനസ്സുള്ളവരാണ്. അവരെപ്പോഴും പറയുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കോൺഗ്രസ് ഇടതുപക്ഷ കോൺഗ്രസ് എന്നാണ്. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ഒരളവോളം ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഈ ബാങ്കുകളെ ദേശസാൽക്കരിക്കാൻ പറ്റിയത്. ഇന്ത്യയെ വിഴുങ്ങാൻ മാത്രം ആസ്തി ഉണ്ടായിരുന്ന 10-14 മുതലാളിമാരെ, ബ്ലേഡ് കമ്പനി മുതലാളിമാരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിയിട്ട്, തൻ്റെ പ്രോപ്പർട്ടി നാളെ മുതൽ ഈ രാജ്യത്തിൻ്റെതാണ്, ഞങ്ങൾ കണക്കാക്കി ആക്സസ് ചെയ്ത് വെച്ചിരിക്കുന്ന നഷ്ടപരിഹാരമുണ്ട്, വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോ എന്ന് പറയണമെങ്കിൽ അതിനൊരു ആർജവും വേണമല്ലോ. ആ മനസ്സിനാണ് ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുക. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പ്രസിഡന്റ് ആയിരുന്ന ഒരു കോൺഗ്രസ് ഉണ്ട്, EMS ആയിരുന്നു സെക്രട്ടറി.
ആ കോൺഗ്രസ് ഇടതുപക്ഷ കോൺഗ്രസ് ആണ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ ഗുണം എന്താണെന്നറിയോ സാറേ? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് സമുദായ നേതാക്കളുടെ ചെറിയ അപ്രീതി കൊണ്ട് ഉണ്ടാകുന്ന നഷ്ടത്തെ സമുദായത്തിന് പുറത്തുള്ളവർ നികത്തും വലിയൊരളവിൽ. ഇപ്പം ഞാൻ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടല്ലോ, ഞാൻ എല്ലാ വർഗീയതക്കും എതിരാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരെയും പോയി കണ്ടിട്ടുണ്ട്. അത് പാർട്ടി പറഞ്ഞിട്ടാണ്. ഇനി എന്ന് വെച്ച് ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണിയുണ്ടല്ലോ, മലപ്പുറത്ത് ജയിച്ചു വരുന്നവരുടെ പേര് നോക്കൂ, കാസർഗോട്ട് ജയിച്ചു വരുന്നവരുടെ പേര് നോക്കൂ, അതൊക്കെ മുസ്ലിങ്ങളല്ലേ എന്നാ പറഞ്ഞ മണ്ടത്തരത്തിന്റെ അങ്ങേയറ്റമാണ്. കാസർഗോട്ട് നിന്ന് ആകെ ജയിച്ച ഒരുത്തന്റെ പേര് വേണമെങ്കിൽ മുസ്ലിമാണ്. ജയിച്ച ഒരു മണ്ഡലത്തിലെങ്കിലും ഇങ്ങനെ ജയിക്കുന്നു എന്ന് പറയാം. അതുപോലും അപാരമായ ക്രോസ് വോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടാ. കാസർഗോഡ് മണ്ഡലവും കാസർഗോഡ് ജില്ലയും ഒന്നും ഒരിക്കലും മുസ്ലിം അനുകൂലമോ അങ്ങനെ ഒരു അറിയാലോ കമ്മ്യൂണലല്ല. മലപ്പുറത്ത് ഭൂരിപക്ഷ ജനത ജയിച്ചു വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കാരണം? അത് നേരത്തെ സാറ് പറഞ്ഞ കാരണം. അത് ഒരിക്കൽ പോലും വർഗീയത പറഞ്ഞിട്ടുമല്ല. അല്ലല്ലോ, അവർ നല്ല വൃത്തിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. വൃത്തിയായ ജോലി. സാറ് പറയുന്ന കാര്യം അംഗീകരിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ഞാൻ തീരാന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ്. ഈ മതേതര അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു മനസ്സ് ഒരു പക്ഷേ ഇദ്ദേഹം നയിക്കുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ കയറ്റുമായിരിക്കും. പക്ഷെ അധികാരത്തിൽ കയറ്റി കഴിയുമ്പോൾ UDF ഇതുവരെയുള്ള പാരമ്പര്യം വെച്ചിട്ട് കൂടിയാലോചന അല്ലെങ്കിൽ അഭിപ്രായം പറയും. NSS ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം പറയും. രമേശ് ചെന്നിത്തല അല്ലാതെ വേറൊരാൾ വരാൻ പറ്റത്തില്ല. കാരണം വന്നാൽ ആര് കയറ്റി ആര് വോട്ട് എന്നുള്ളത് രഹസ്യമാണ്. പക്ഷേ അതിനുശേഷമുള്ള സമുദായ നേതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ആളിനെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന VD സതീശൻ ഔട്ടാകും. അല്ല, ഇതില് അല്ല, നമ്മളിപ്പോ ഒന്നാമത്തെ ഇതിൽ തെറ്റിദ്ധാരണയുള്ളത്, എനിക്ക് തോന്നുന്നു കോൺഗ്രസിനകത്ത് ഇപ്പൊ നടക്കുന്ന ആലോചനകളെ കുറിച്ച് കടുത്ത തെറ്റിദ്ധാരണയുള്ളത് ഈ രണ്ട് നേതാക്കന്മാർക്കാണ്. എന്താ കാരണം? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം AICC തീരുമാനമാക്കിയതിന് ശേഷമാണ് കേരളത്തിൽ വെടിനിർത്തിയത്. അറിയാതെ പോലും പരോക്ഷമായി പോലും ഒരു വാക്ക് എത്രയോ കാലമായിട്ട് രമേശ് ചെന്നിത്തലക്കെതിരായിട്ട് VD സതീശൻ മിണ്ടിയിട്ടില്ലല്ലോ. KC വേണുഗോപാലിനെതിരായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. K സുധാകരനെ കുറിച്ച് പോലും മിണ്ടിയിട്ടില്ല. അദ്ദേഹം പോലും സ്ഥാനാർത്ഥിയായി വരുന്നുവെങ്കിൽ MP-മാർ പോലും വന്ന് മത്സരിക്കട്ടെ എന്നുള്ള നിലപാടാണ്. അതെന്തുകൊണ്ടാണ്? അവർ വെടിനിർത്തല. ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല ഒരു സീനിയർ മോസ്റ്റ് ലീഡർ എന്ന നിലയിൽ അദ്ദേഹം ഇനി കേരളത്തിൽ വഹിക്കാത്ത ഒരേ ഒരു പോസ്റ്റേ ഉള്ളൂ, അത് മുഖ്യമന്ത്രി പദവിയാണ്. അതൊരു ടേം വഹിക്കാൻ, ഒരു പക്ഷെ അത് ഒരു ടേമിനെ തന്നെ രണ്ടാക്കിയിട്ട് പണ്ട് ആന്റണിയെ കരുണാകരൻ മാറ്റിയെടുത്തതുപോലെയൊക്കെയുള്ള ഫോർമുല എന്തോ ആണ്. ആ ഫോർമുല നമുക്ക് അറിഞ്ഞൂടാ, അറിയാത്ത കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു ടേം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നു. ആ ടേമിൽ അദ്ദേഹം UDF കൺവീനർ ആവുകയോ അല്ലെങ്കിൽ ആ കാലത്തേക്ക് തൽക്കാലത്തേക്ക് APCC പ്രസിഡന്റ് ആവുക ഒരു ഫോർമുല ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതറിയാതെയാണ് ഈ രണ്ട് സമുദായ നേതാക്കൾ സംസാരിക്കുന്നത്. ആ രണ്ട് സമുദായ നേതാക്കൾക്ക് ആദ്യം മനസ്സിലാകാത്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് ഫോർമുല. ഒന്ന്, സ്വന്തം സമുദായത്തിന്റെ മനസ്സ്, മഹാഭൂരിപക്ഷം വരുന്ന നായന്മാരുടെ മനസ്സും കുറെ കൂടി മതേതരമായ ചിന്തയാണ്. സമുദായത്തിന് അപ്പുറത്തേക്ക് ഒരു പുതിയ ആകാശത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ നായന്മാരിൽ മഹാഭൂരിപക്ഷവും, സാർ ഉൾപ്പെടെ, അല്ലേ? രണ്ട്, കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി മുഴുവൻ. ഇനി ഒറ്റ കാര്യം ഒരു പരിശോധിച്ചാൽ മതി. കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞെടുത്ത് വോട്ട് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയം എന്ന് മാറും? രണ്ട്, കേരളത്തിലെ വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? ശ്രീനാരായണ ഗുരുദേവന്റെ, കുമാരനാശാന്റെ, ഡോക്ടർ പൽപ്പുവിന്റെ കസേരയിലാണല്ലോ ഇരിക്കുന്നത്. ആ നാവിൽ നിന്ന് വരാവുന്നതാണോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ? ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഈ എന്താണ്, നായാടി തൊട്ട് നമ്പൂരി വരെ എന്നായിരുന്നു നേരത്തെ. ഇപ്പൊ അത് നസ്രാണിയും കൂടി ചേർത്തു. അങ്ങനെയാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ 1924 ഈ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ആദ്യം വിളിച്ചു വരുത്തിയത് മുസൽമാനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ നായാടി തൊട്ട് മുസൽമാൻ വരെയുള്ളവരെ ഒന്നിപ്പിച്ച് മനുഷ്യനാക്കി, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നതല്ലേ ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കല്പം. ഇദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനെ തള്ളിക്കളയുന്നു. രണ്ട്, ചുണയുള്ള നായർ ആരാണോ അവൻ ഏത് പാർട്ടിയിൽ പോയി അംഗീകാരം നേടിയാലും ആ നായരെ ഞാൻ അംഗീകരിക്കുന്നു പറയുന്ന ഒരു മന്നത്ത് പത്മനാഭനുണ്ട്. എന്നാന്നറിയോ? സാക്ഷാൽ തോപ്പിൽ ബാസി മത്സരിക്കുമ്പോൾ, ഭാസ്കര പിള്ളയാണല്ലോ തോപ്പിൽ ബാസി, ആരോട് പറഞ്ഞു അദ്ദേഹത്തിനോട് മന്നത്തിനെ ഒന്ന് പോയി കാണണം? അദ്ദേഹം പറഞ്ഞു പോവില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഞാൻ പോവില്ല, ഒരു സമുദായ നേതാവിനെ ഞാൻ പോയി കാണൂല എന്നാണ്. ഈ പ്രസ്താവന മന്നത്ത് പത്മനാഭൻ കണ്ടു. മന്നത്ത് പത്മനാഭൻ പറഞ്ഞ പ്രസ്താവന എന്താ? അവൻ ചുണയുള്ള നായരാണ്, അവൻ എവിടെ നിന്നും അംഗീകാരം നേടട്ടെ എന്ന. ഇങ്ങനെ കാണാൻ സാമുദായികവാദത്തെ തള്ളിക്കളഞ്ഞു. കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ ആദർശം കൃത്യമായി കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന നായർ. ഒരു കോൺഗ്രസ്സുകാരൻ ശരിയായ ഗാന്ധിയനായി സാമുദായികവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന
ഇഴവൻ അതൊക്കെ സാറേ അങ്ങനെ കാണാൻ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ എത്ര ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ പൊതുമണ്ഡലത്തിൽ വലിയൊരു ശതമാനം അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്, അവരാണ് സാറേ ഞാനത് ഡിസിഷൻ മേക്കേഴ്സ് അവരാണ്. ഡിസിഷൻ മേക്കിങ്ങിന് ശേഷം ഇതിനകത്ത് ആരെ തീരുമാനിക്കണോ എന്നുള്ളത് പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് ഒരു വെള്ളാപ്പള്ളി നടേശനും ഒരു സുകുമാരൻ നായർ ഇയാളെ വേണ്ടാൻ തീരുമാനിച്ചത് തന്നെ തർക്കമൊന്നുമില്ല. പിന്നെ മാത്രം സാറി പറഞ്ഞില്ല ഫോർമുല, ഒരിക്കലും കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു കോംപ്രമൈസ് ഫോർമുല ഉണ്ടാവത്തില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ടെങ്കിൽ ഈ ടൈം ഇപ്പം ഒരു ടൈമും കൂടെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു, ഈ പറയുന്ന വി ഡി സതീശൻ വരത്തില്ലായിരുന്നു. അതിനകത്ത് അങ്ങനത്തെ കോംപ്രമൈസ് കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കോംപ്രമൈസ് ടോക്കിനകത്ത് ഏതാൾ മാറി നിന്നിട്ടുണ്ടോ അയാൾ എന്നേക്കുമായിട്ട് അവിടുന്ന് മാറ്റി നിർത്തപ്പെടും. ഇതിനകത്ത് യാതൊരു എത്തിക്സും ഇല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി ആവാൻ ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന കോൺഗ്രസ് അത് തന്നെ ഒരു പരിധിവരെ ഞാൻ അങ്ങനെ തന്നെ നാളെ കാലത്തെ രമേശ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവിടെ ഭൂരിപക്ഷം വന്നാൽ അതിനകത്ത് മത്സര ബുദ്ധിയോടുകൂടി രമേശ് ചെന്നിത്തല ഉണ്ടാവും, വി ഡി സതീശൻ ഉണ്ടാവും, കെ സി വേണുഗോപാൽ ഉണ്ടാവും, ആരൊക്കെ വേണമെങ്കിൽ ആരൊക്കെ വരുമോ അവരെല്ലാം കെ മുരളീധരൻ വരെ ഉണ്ടാവും. അതിനകത്ത് പിന്നെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്നെ അവരെല്ലാം മത്സരിക്കും. അല്ലാതെ ആരും ആർക്ക് വേണ്ടി സഫർ ചെയ്യും എന്നുള്ളത് അത് അഹമ്മദ് മാഷിന്റെ മനസ്സിനകത്ത് തോന്നിയ ഒരു സങ്കല്പം മാത്രം കോൺഗ്രസിനകത്ത് ഉണ്ടാവത്തില്ല. തീരുമാനമെടുത്ത് വെളിയിൽ നിന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അല്ലാതെ ഞാനിപ്പോ വി ഡി സതീശൻ പറയുന്നു ഞാനൊരു 5 കൊല്ലത്തേക്ക് അങ്ങ് മാറി നിന്നേക്കാം, അതുണ്ടാവുമായിരുന്നെങ്കിൽ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല വീണ്ടും 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നേനെയും. കാരണം ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്തൊന്ന് മാറ്റിയത് നാളെ കാലത്തെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരാൻ സാധ്യത കോൺഗ്രസിനുണ്ടായാൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്ന ഒരു കീഴ്വഴക്കം ഈ പാർട്ടിക്കകത്തുണ്ട്, അതുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആ പറയുന്നത് ഒരു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മഹാരഥൻ അയാളെ മാറ്റിയിട്ട് രമേശ് ചെന്നിത്തല വന്നേ. എങ്ങനെ രമേശ് ചെന്നിത്തല വന്ന ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനകത്ത് എ ഗ്രൂപ്പിന്റെ ഐ ഗ്രൂപ്പിന്റെ MLA-മാർ എണ്ണം നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി എനിക്ക് പണി കിട്ടും. ഉമ്മൻചാണ്ടി പറഞ്ഞു രമേശ് അയക്കൂ. അത് തന്നെ ഇപ്പുറത്ത് പണി കിട്ടി. അതാണ് ഇത് കോൺഗ്രസിനകത്ത് ഇല്ല എത്തിക്സ്. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് വിരോധം നമുക്ക് പറയാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് കോൺഗ്രസിലെന്നല്ല ഒരു പാർട്ടിയിലും സമ്പൂർണ്ണമായി ആ പാർട്ടിയുടെ നയപരിപാടികളിൽ ആത്മാർത്ഥമായി ഡെഡിക്കേഷൻ കാണിക്കുന്നതിനാണല്ലോ നമ്മൾ ആ പാർട്ടി എത്തിക്സ് എന്ന് പറയുന്നത്. അതില്ലാത്തവരാണ് 100% പാർട്ടിക്കാരുമെന്ന്. ഞാൻ BJP-ക്കാരെ കുറിച്ചും പറയില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും പറയില്ല, കോൺഗ്രസ്സുകാരെ കുറിച്ചും പറയില്ല. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ വാല്യൂസ് എല്ലാ പാർട്ടികൾക്കകത്തും ഒരു പരിധിവരെ ഉണ്ട്. അതിൽ ഞാൻ ഒരു കാര്യം കൂടി തീർത്തു പറഞ്ഞോട്ടെ സാർ. ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തും ഉള്ളതിനേക്കാൾ എല്ലാ പാർട്ടിയിലും അത് ഉള്ള സംസ്ഥാനമാണ് കേരളം. നമ്മൾ കേരളത്തെ കുറിച്ച് അവിശ്വസിക്കേണ്ടതാണ്. അതല്ല ഞാൻ പറയാം, മാറി നിന്ന് കൊടുക്കുമെന്നൊക്കെ ഉള്ള ധാരണ. അതുകൊണ്ട് മാറി നിന്ന് കൊടുക്കും എന്ന് പറയുന്നത് ഒരുപക്ഷെ മാറി നിൽക്കാൻ അതിന് അധികാരപ്പെട്ടവർ പറഞ്ഞാൽ മാത്രമായിരിക്കും, അല്ലെങ്കിൽ മത്സര ബുദ്ധിയോട് തീരുമാനിക്കേണ്ടി വരും. ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയാം. സ്വമേധയാ നഷ്ടം വരുത്തും, സഫർ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. എപ്പോഴാണ് AK ആന്റണി രാജിവെച്ചത്? ഏത് മേളി എന്ന് പറഞ്ഞപ്പോ അത് പറയുമെന്നാ ഞാൻ പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഭാവി ഇല്ലാത്ത അവസ്ഥ വന്നാൽ പറയും. അത് പറയിക്കും. അതുകൊണ്ടാണ് ഇന്നലെ NS ജനറൽ സെക്രട്ടറി പറഞ്ഞത് കോൺഗ്രസ് വന്നാൽ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം വേണമെന്ന്. മനസ്സിലായില്ല? കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അന്തിമമായി തീരുമാനിക്കുന്നത് NSS SNDP ഒന്നും ആവില്ല. അല്ല, കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ തടുക്കാൻ പറ്റാത്ത സമയത്ത് കോൺഗ്രസിനെ തീരുമാനിക്കാൻ പറ്റില്ല. പിന്നാണോ ഇപ്പം കോൺഗ്രസിന് തടുക്കാൻ പറ്റാത്ത സമയത്ത് തീരുമാനമെടുത്ത ഒരാളുടെ പേര് ഞാൻ പറയാം. കേരളത്തിലെ സകല സഭകളെയും വെല്ലുവിളിച്ച ഒരു ക്രിസ്ത്യൻ നേതാവ് കോൺഗ്രസിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായിട്ട് മരിച്ചു പോയിട്ടുണ്ട്. അയാളുടെ പേര് PT തോമസ്. ഈ സഭയെ മുഴുവൻ വെല്ലുവിളിച്ചിട്ട് അദ്ദേഹം ജയിച്ചിട്ടുണ്ട്. അതാണ് സാറേ കേരളം. ആ കേരളത്തിൽ തീരുമാനം എടുക്കാനൊന്നും പുള്ളിക്ക് പറ്റിയിട്ടുണ്ടാവത്തില്ല ഒരു പരിധി. അല്ലാതെ അദ്ദേഹത്തെ തള്ളാൻ പറ്റുമോ? മരണം വരെ മാറ്റി നിർത്താൻ പറ്റുമോ? അതാണ് PT തോമസ്. അദ്ദേഹം സെക്യുലർ ആണ്, അദ്ദേഹം കോൺഗ്രസ് ആണ്, അദ്ദേഹം വാല്യൂസിന്റെ കൂടെ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ണിലല്ല ഈ പാവ നടി ഉണ്ടല്ലോ, ആക്രമിക്കപ്പെട്ട നടി, അദ്ദേഹത്തിന്റെ കണ്ണിലെങ്ങാനും ചെന്ന് പെട്ടില്ലായിരുന്നു. പക്ഷെ കോൺഗ്രസിനകത്ത് സാർ എന്താ പറയാത്തത്? കോൺഗ്രസിനകത്ത് അതിന് നിലനിൽപ്പുണ്ടായിരുന്നു സാർ. ഈ PT തോമസ് എന്ന് പറയുന്നത് അയാൾ ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കാൻ കോൺഗ്രസ് സമ്മതിച്ചോ? അയാൾ ഇവിടെ നിവർത്തിയോടും നാട്ടുകാർ പറഞ്ഞു ഇല്ല. അതൊക്കെ പറയാം. കോൺഗ്രസിനകത്തേക്ക് നിലനിൽപ്പില്ല. സമ്മതിച്ചു സാറേ. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ അന്തിമമായ ലക്ഷ്യം അയാൾ ഏത് ഭരണസ്ഥാനത്ത് എപ്പോ ഇരുന്നു എന്നുള്ളതല്ല,
ജനമനസ്സിലുണ്ടായിരുന്നു. അത് പുള്ളിയുടെ മാത്രം വ്യക്തിപരം. പക്ഷെ ആ അംഗീകാരം ആ പാർട്ടിക്കകത്തുനിന്ന് അദ്ദേഹത്തിന് കിട്ടിയോന്ന് മാത്രമേ ഞാൻ ചോദിച്ചു. പാർട്ടി കൊടുത്തിട്ടുണ്ടാവണോ? അല്ലെങ്കിൽ എവിടുന്ന MLA കൊടുത്തിട്ടുണ്ടാവുന്നില്ല, ഉണ്ടായിട്ടില്ല. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പാർട്ടി ശവമഞ്ചം എന്നെ തിറക്കിയപ്പോൾ പാർട്ടി എന്റെ കൂടെ നിന്നില്ലെന്ന്. അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ട് പോയപ്പോൾ അദ്ദേഹം സമുദായത്തെ വെല്ലുവിളിച്ചെങ്കിൽ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ ഈ പാർട്ടി സംവിധാനം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ VD സതീശന്റെ കൂടെ അവസാനം വരുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റും പാർട്ടി ഉണ്ടാകത്തില്ല. അത് പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടിയുടെ നിലനിൽപ്പാണ്. ഒന്ന് കോൺഗ്രസ് കാലങ്ങളായിട്ട് വിശ്വസിച്ചിരിക്കുന്ന കാര്യമാണ്. അല്ലെ നോക്കാന്നേ. ഇത് ഈ R ശങ്കറിനെയും K കരുണാകരന്റെയും ഒക്കെ പാർട്ടിയാണ്. നിങ്ങൾ ഈ സമ്പൂർണ്ണമായിട്ട് ഇതിൽ അവിശ്വസിക്കണം. പഴയ കാലത്തിന് പുറകെയാണ്. അന്നത്തെ കോൺഗ്രസ് ആണ് ഇന്ന് കോൺഗ്രസ് എന്നുള്ള കാര്യം കാണാം. എന്തായാലും അവസരം പ്രതീക്ഷ. ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് പറയുന്ന പ്രതീക്ഷ പോലുള്ള പ്രതീക്ഷയുള്ളൂ ഇതിനകത്ത്, അല്ലാതെ വേറൊന്നുമില്ല. മനസ്സിലായില്ലേ? രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റൊരാൾ പ്രതിപക്ഷ നേതാവാനില്ല. പ്രതിപക്ഷ നേതാവാണ്. അതങ്ങനെ കോൺഗ്രസ് ആക്കി. ഒരു പ്രതിപക്ഷ നേതാവ് നാളെ പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുന്നതിന് ആരായതിന്? അതിലെന്താ കുഴപ്പം? അത് സ്വപ്നം. അദ്ദേഹം പറഞ്ഞു കാണട്ടെന്നേ. സ്വപ്നങ്ങളില്ലാതെ ഒരു ജനതയും മുന്നോട്ട് പോയിട്ടില്ല, ഒരു പാർട്ടിയും മുന്നോട്ട് പോയിട്ടില്ല. അയ്യോ എല്ലാം കഴിഞ്ഞെന്ന് വെച്ചാൽ അവരെ കൂട്ടിക്കെട്ടി പോവും. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം.